ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ 4-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ടാലന്റ് അക്കാദമി കൊണ്ടുവന്നിരിക്കുകയാണ്. ഓണം ബിഗ് സെയിൽ ആണ് നടക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് ഈ ഒരു ബിഗ് സെയിൽ നടക്കുന്നത്. അതായത് ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾ ടാലന്റ് അക്കാദമിയുടെ ഏത് പബ്ലിക്കേഷൻ ബുക്ക് വാങ്ങിച്ചാലും അതിന് നിങ്ങൾക്ക് 30% ഓഫ് ലഭിക്കുന്നതാണ്. എന്താണ് 30% ഓഫ് ലഭിക്കുന്നതാണ്. സെപ്റ്റംബർ 1 മുതൽ 15 വരെയാണ് ഈ ഒരു ഓഫർ ലഭ്യമാകുന്നത്. ടാലന്റ് അക്കാദമിയുടെ ഏത് പബ്ലിക്കേഷൻ ആയാലും ഏതൊരു ബുക്കിന് ഏത് റാങ്ക് ഫയലിനാണെങ്കിലും ഈ ഒരു ഓഫർ ലഭ്യമാണ്. പ്രത്യേകം ഓർത്ത് വെക്കുക, ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓർഡർ ലഭിക്കുന്നതിനാണ് ഈ ഒരു ഓഫർ ലഭ്യമാകുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ടാലന്റ് അക്കാദമി നൽകുന്നത് ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയലാണ്. അതിനോടൊപ്പം ഡിഗ്രി സെൽഫ് സ്റ്റഡി പ്ലാനും പുറത്തിറക്കിയിട്ടുണ്ട്. അതേപോലെ LDC 4 വോളിയങ്ങളായിട്ടാണ് വരുന്നത്. LDC 2024 റാങ്ക് ഫയലും LDC PQവും അതേപോലെ LDC സെൽഫ് സ്റ്റഡി പ്ലാനും പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ NCERT SCERT പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ബുക്ക് സീരീസും സ്കൂൾ മാസ്റ്റർ സീരീസും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ബുക്കിനും ഈ ഒരു ഓഫർ ലഭ്യമാണ്. 30% ആണ് ഓഫർ എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ 1 മുതൽ 15 വരെയാണ്, സെപ്റ്റംബർ 1 മുതൽ 15 വരെയാണ് ഈ ഓഫർ ലഭ്യമാവുക. ആദ്യം നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്യുന്നത്. ഡൽഹിയുടെ പുതിയ ചീഫ് സെക്രട്ടറിയായി ഡൽഹിയുടെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ധർമ്മേന്ദ്ര കുമാർ ആണ്. ആരാണെന്ന് ഓർത്ത് വെക്കാം, ധർമ്മേന്ദ്ര കുമാർ ആണ്. ഏത് പോസ്റ്റിലേക്കാണെന്ന് പ്രത്യേകം ഓർത്ത് വെക്കാം. ഡൽഹിയുടെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് അപ്പോയിന്റ്മെന്റ് ആണ്. ഏത് പോസ്റ്റിലോട്ടുള്ളതാണ്? ഡൽഹിയുടെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനാവുന്നത് ആരാണ്? ധർമ്മേന്ദ്ര കുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഡൽഹിയുടെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനാവുന്നത്. വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സെൻട്രൽ എയർ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? അശുതോഷ് ദീക്ഷിത് ആണ് ഈ ഒരു പോസ്റ്റിലോട്ട് ഓർത്തു വെക്കുക. സെൻട്രൽ എയർ കമാൻഡ് മേധാവിയായിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റത്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം, വ്യോമസേന മേധാവി ആരാണെന്ന് ഓർത്തു വെക്കാം. ആരാണ് വ്യോമസേന മേധാവി? VR ചൗധരിയാണ്. VR ചൗധരിയാണ് നമ്മുടെ വ്യോമസേന മേധാവി. അതേപോലെ കരസേനാ മേധാവി ആരാണ്? അത് ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേനാ മേധാവി. അതേപോലെ നാവികസേന മേധാവി ആരാണ്? അത് ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ദിനേശ് കുമാർ ത്രിപാഠിയാണ് നമ്മുടെ നാവികസേന മേധാവി. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാം. നമ്മൾ ചർച്ച ചെയ്തത് സെൻട്രൽ എയർ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? അശുതോഷ് ദീക്ഷിത് ആണ്. അടുത്തത് ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. PSCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. 2024 മക്സസെ പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 2024 മക്സസെ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ആളാണ് കർമ്മ ഫുൻഷോ. കർമ്മ ഫുൻഷോ. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൂടി ഓർത്ത് വെക്കാം. അദ്ദേഹം 1999 ലോഡൻ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ലോഡൻ ഫൗണ്ടേഷൻ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. 1999 എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താണ്? കർമ്മ ഫുൻഷോ എന്നുള്ളതാണ്. അതുകൂടി ഓർത്തു വെക്കാം. 1999 ലോഡൻ ഫൗണ്ടേഷൻ അദ്ദേഹം സ്ഥാപിച്ചു. ഇനി അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കാം. ഭൂട്ടാനാണ് അദ്ദേഹത്തിന്റെ രാജ്യം. അപ്പോൾ ഭൂട്ടാനിലെ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിനുമായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹം വളരെ സജീവമായിരുന്നു. അതേപോലെ തന്നെ യുവാക്കളുടെ സംരംഭകത്വം അതേപോലെ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 1999 ലോഡൻ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കാം. അതേപോലെ തന്നെ 2024 മക്സസെ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ ആളെ നമുക്ക് പരിചയപ്പെടാം. രണ്ടാമത്തെ ആള് ആരാണെന്ന് നോക്കാം. എൻഗുയൻ തിങ് എൻഗോങ് ഫോങ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അപ്പോൾ ഫോങ്ങിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് കാര്യം നമുക്ക് ഓർത്തു വെക്കാം. ആദ്യം തന്നെ നമുക്ക് രാജ്യം ഏതാന്ന് നോക്കാം. രാജ്യം ഏതാണ്? വിയറ്റ്നാം ആണ് രാജ്യം എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഫോങ്ങിന്റെ രാജ്യം ഏതാണ്? വിയറ്റ്നാം ആണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, 1955 മുതൽ 1975 വരെ വിയറ്റ്നാമിൽ യുദ്ധം നടക്കുകയായിരുന്നു. വിയറ്റ്നാമിൽ 1955 മുതൽ 1975 വരെയുള്ള
കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ നടക്കുകയായിരുന്നു. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ കാരണത്താൽ ആ ഒരു സമയത്ത് ജനിച്ചു വരുന്ന കുട്ടികൾക്ക് എന്താണ് വിവിധ തരത്തിലുള്ള വൈകല്യങ്ങൾ, ജനിതക വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എന്താണ് ഫോങ് ഡോക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ജനിച്ചു വീഴുന്ന കുട്ടികളുണ്ടായ ആ ജനന വൈകല്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഫോങ് പ്രവർത്തിക്കുകയുണ്ടായി. അപ്പോൾ എപ്പോഴാണെന്ന് ഓർത്തു വെക്കാം, വിയറ്റ്നാമിൽ 1955 മുതൽ 1975 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു യുദ്ധ കാരണം കൊണ്ട് അപ്പോൾ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് എന്താണ് വൈകല്യങ്ങൾ, ജനന വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വൈകല്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഫോങ് ഡോക്ടറായി വന്നിട്ട് ആ രോഗം എന്താണ് പരിഹരിക്കുന്നതിന്, ആ ഒരു കുട്ടികളിലെ വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിന് നിറയെ പ്രവർത്തിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് ഫോങ്ങിന്റെ പ്രത്യേകത. അപ്പോൾ ഈ പുരസ്കാരം ലഭിച്ച അടുത്ത വ്യക്തി ആരാണെന്ന് നമുക്ക് നോക്കാം. ഫാവിസ ഫർഹാൻ. ആരാണ്? ഫാവിസ ഫർഹാൻ ആണ് ഈ ഒരു പുരസ്കാരം ലഭിച്ച 2024 മക്സസെ പുരസ്കാരം ലഭിച്ച അടുത്ത ആള്. അപ്പോൾ രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കാം, ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയാണ് അദ്ദേഹത്തിന്റെ, ഫർഹാന്റെ രാജ്യം എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. പ്രധാനമായിട്ടും എന്താണ് പരിസ്ഥിതി പ്രവർത്തനമാണ് ഫർഹാന്റെ പ്രത്യേകത. അപ്പോൾ അതുകൂടി ഓർത്തു വെക്കാം. അതേപോലെ തന്നെ ഇന്തോനേഷ്യയിലുള്ള യൂസർ എക്കോസിസ്റ്റം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? ഫാവിസ ഫർഹാൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അപ്പോൾ ഫാവിസ ഫർഹാൻ ആരംഭിച്ചിട്ടുള്ള ഒരു NGO ഉണ്ട്, അതിന്റെ പേര് കൂടി ഓർത്തു വെക്കാം. എന്താണ്? HAKA എന്നുള്ള ഒരു NGO സ്ഥാപിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടി ഓർത്തു വെക്കാം. അടുത്ത നമ്മൾ നോക്കുന്നത് ആരാണ്? അടുത്ത പുരസ്കാരം ലഭിച്ച ജേതാവിനെയാണ് നമ്മൾ നോക്കുന്നത്. ആരാണ്? ഹയാവോ മിയാസാക്കി. ആരാണ്? ഹയാവോ മിയാസാക്കിയാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ച 2024 മക്സസെ പുരസ്കാരം ലഭിച്ച അടുത്ത ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ നോക്കാം. മിയാസാക്കിയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഒരു ആനിമേഷൻ ഡോക്യുമെന്ററി സംവിധായകനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അതേപോലെ തന്നെ 1985 സ്ഥാപിതമായ സ്റ്റുഡിയോ ഗിബ്ലിയുടെ സ്ഥാപകരിൽ ഒരാളാണ് അദ്ദേഹം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. എന്നാണ് സ്ഥാപിതമായത്? 1985 85 സ്ഥാപിതമായ സ്റ്റുഡിയോ ഗിബ്ലിയുടെ സ്ഥാപകരിൽ ഒരാളാണ് ആര്? മിയാസാക്കി എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അടുത്ത നമ്മൾ നോക്കുന്നത് ഈ ഒരു പുരസ്കാരം ലഭിച്ച 2024 മക്സസെ പുരസ്കാരം ലഭിച്ച അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ്? റൂറൽ ഡോക്ടേഴ്സ് മൂവ്മെന്റ് ആണ്. ആർക്കും കൂടി ലഭിച്ചിട്ടുണ്ട്, റൂറൽ ഡോക്ടേഴ്സ് മൂവ്മെന്റിനാണ്. എവിടെയുള്ളതാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കാം. തായ്ലാൻഡിലുള്ളതാണ്. എന്താണ്? തായ്ലാൻഡിലുള്ളതാണ് ഈ ഒരു മൂവ്മെന്റ്. എന്താണ്? തായ്ലാൻഡിലാണ് ഈ ഒരു മൂവ്മെന്റ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. എന്താണ്? റൂറൽ ഡോക്ടേഴ്സ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ഡോക്ടേഴ്സ് മൂവ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് 2 സംഘടനകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ആ കാര്യം കൂടി നമുക്ക് ഓർത്തു വെക്കാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കാം. റൂറൽ ഡോക്ടർ സൊസൈറ്റിയും അതേപോലെ റൂറൽ ഡോക്ടർ ഫൗണ്ടേഷനുമാണ്. എന്താണ്? റൂറൽ ഡോക്ടർ സൊസൈറ്റിയും റൂറൽ ഡോക്ടർ ഫൗണ്ടേഷനുമാണുള്ളത്. അപ്പോൾ ഈ രണ്ട് സംഘടനകളും ചേർന്നാണ് പ്രവർത്തിച്ചത്. അതാണ് റൂറൽ ഡോക്ടേഴ്സ് മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 2 സംഘടനകളും ചേർന്ന് എന്താണ് തായ്ലാൻഡിനാണെന്ന് നമ്മൾ പറഞ്ഞു. തായ്ലാൻഡിലെ ഗ്രാമീണ പ്രദേശങ്ങളിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അതിനെ മാനിച്ചാണ് ഈ ഒരു പുരസ്കാരം 2024 മക്സസെ പുരസ്കാരം ഇവർക്ക് ലഭിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട്, അതായത് 2024 മക്സസെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ആരെക്കുറിച്ചാണ്? കാമ ഫുൻഷോയിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്താണ്? ആരുമായിട്ടാണ്? ഫോങ്ങിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ അവാർഡ് ലഭിച്ചത് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഫാവിസ ഫർഹാനുമായിട്ട് ബന്ധപ്പെട്ടാണ് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് സംവിധായകനായിട്ടുള്ള മിയാസാക്കിയുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് റൂറൽ ഡോക്ടേഴ്സ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അപ്പോൾ 2024 മക്സസെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്രങ്ങൾ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു വെബ് സീരീസിന്റെ പേരാണ്. അപ്പോൾ എന്താണ് ഈ വെബ് സീരീസ് എന്ന് നോക്കാം. IC814. എന്താണ്? IC814 ദി കാണ്ഡഹാർ ഹൈജാക്ക് എന്നുള്ളതാണ് ഈ ഒരു വെബ് സീരീസ്. അപ്പോൾ ഈ ഒരു വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിലാണ് സംപ്രേഷണം ചെയ്തു വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വെബ് സീരീസിന്റെ പ്രത്യേകത എന്ന് നോക്കാം. 1999 ഇന്ത്യൻ എയർലൈൻസ് 814 വിമാനം ഭീകരർ റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കിയ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട് ആ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ മിനി വെബ് സീരീസ് ആണ് ഈ ഒരു വെബ് സീരീസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. എന്താണ്? IC814 ദി കാണ്ഡഹാർ ഹൈജാക്ക് എന്നുള്ള വെബ് സീരീസ് ആണ്. അപ്പോൾ വെബ് സീരീസിന്റെ വിഷയം എന്താണെന്ന് നോക്കാം. എന്താണ്? 1999 ഈ ഒരു സംഭവം നടന്നത്. 1999 ഇന്ത്യൻ എയർലൈൻസ് ആയ 814 വിമാനം എന്താണ് ഭീകരർ റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കിയ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ആ സംഭവത്തിനെ ആസ്പദമാക്കി
ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന മിനി വെബ് സീരീസ് ആണ് എന്ത് IC-814 ദി കാണ്ഡഹാർ ഹൈജാക്ക് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വെബ് സീരീസ് വളരെ വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെബ് സീരീസിൻ്റെ പേരെന്താണെന്ന് ഓർത്ത് വെക്കാം. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു വെബ് സീരീസ് സംപ്രേഷണം ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, ലോക നാളികേര ദിനമായി ആചരിക്കപ്പെട്ടത് എന്നാണ് സെപ്റ്റംബർ 2 സെപ്റ്റംബർ 2 നമ്മൾ എന്താണ് ലോക നാളികേര ദിനം ആചരിക്കുന്നത് എന്നാണെന്ന് ഓർത്ത് വെക്കാം. ലോക നാളികേര ദിനമാണ്, ലോക നാളികേര ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ 2. ഇനി 2024 ലോക നാളികേര ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്ത് വെക്കാം. കോക്കനട്ട് ഫോർ സർക്കുലർ എക്കോണമി. എന്താണ് കോക്കനട്ട് ഫോർ എ സർക്കുലർ എക്കോണമി, ബിൽഡിംഗ് പാർട്ട്ണർഷിപ്പ് ഫോർ മാക്സിമം വാല്യൂ എന്നുള്ളതാണ് 2024 പ്രമേയം. എന്നാണ് ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. 2024 പ്രമേയം എന്താണ്? കോക്കനട്ട് ഫോർ എ സർക്കുലർ എക്കോണമി, ബിൽഡിംഗ് പാർട്ട്ണർഷിപ്പ് ഫോർ മാക്സിമം വാല്യൂ എന്നുള്ളതാണ്. അപ്പോൾ ദിനത്തിന്റെ പ്രത്യേകതയും അതേപോലെ ഈ ഒരു പ്രമേയവും ഓർത്തു വെക്കുക. ഇനി ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലുള്ള ടൈറ്റാനിക് കപ്പൽ അവശിഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുത്ത ശില്പം ഏതെന്നാണ്. ആ ശില്പത്തിന്റെ പേര് ഓർത്തു വെക്കാം. ഡയാന ഓഫ് വെർസൈൽസ്. എന്താണ് ഡയാന ഓഫ് വെർസൈൽസ് എന്നുള്ളതാണ് ഈ ഒരു ശില്പത്തിന്റെ പേര്. അപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലുള്ള, നമുക്കറിയാം എന്താണ് ടൈറ്റാനിക് കപ്പൽ എവിടെയാണ് കിടക്കുന്നത്? നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലാണ് ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിമയുടെ പേര് ഓർത്തു വെക്കാം. ഈ ഒരു ശില്പത്തിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കാം. ഡയാന ഓഫ് വെർസൈൽസ് എന്നുള്ള ഒരു ശില്പമാണ്. ആ ഒരു ദേവതയുടെ ഒരു ഗ്രീക്ക് ദേവതയുടെ പേരാണ് ഡയന എന്നുള്ളത്. അപ്പോൾ ആ ഒരു ദേവതയുടെ ശില്പമായിട്ടുള്ള ഡയന ഓഫ് വെർസൈൽസ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വെങ്കല പ്രതിമയാണ്, ഒരു വെങ്കല ശില്പമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എവിടെയാണുള്ളത്? നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലാണ് ഈ അവശിഷ്ടങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വീഡനുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. കുഞ്ഞുങ്ങളെ ടെലിവിഷനോ ഡിജിറ്റൽ മീഡിയയോ കാണിക്കരുതെന്നുള്ള കർശന നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകിയ യൂറോപ്യൻ രാജ്യം ഏതെന്നാണ്. ഏത് രാജ്യമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്? സ്വീഡനാണ്. അപ്പോൾ എന്താണെന്ന് ഓർത്ത് വെക്കാം. എന്താണ്? കുഞ്ഞുങ്ങളെ വളരെ ചെറുതായിട്ടുള്ള കുഞ്ഞുങ്ങളെ ടെലിവിഷനോ അതേപോലെ ഡിജിറ്റൽ മീഡിയയോ ഒന്നും കാണിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് മാതാപിതാക്കൾക്ക് സ്വീഡൻ നൽകിയിട്ടുള്ളത്. സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് നോക്കാം. ഫ്രാൻസിലെ മോൺ പാസിയറിൽ നടക്കുന്ന FEI ഏത് മത്സരമാണെന്ന് നോക്കാം. FEI എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പ്, അതായത് ദീർഘദൂര കുതിരയോട്ട മത്സരം. ആ ഒരു മത്സരത്തിൽ യോഗ്യത നേടിയ ഏക ഇന്ത്യക്കാരി ആരാണ്? നിത അജും ചേലാട്ടാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു മത്സരം എന്നുള്ളത് ഓർത്ത് വെക്കാം. എന്താണ്? FEI എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പ് ആണ്, ദീർഘദൂര കുതിരയോട്ട മത്സരമാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് യോഗ്യത നേടിയ ഏക ഇന്ത്യക്കാരി ആരാണ്? നിത അജും ചേലാട്ടാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. എവിടെയാണ് വേദി വരുന്നത്? മോൺ പാസിയറിലാണ് ഈ ഒരു വേദി വരുന്നത്, ഫ്രാൻസിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. ഇനി ഒരു റെക്കോർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. T20യിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എന്നുള്ള നേട്ടം കൈവരിച്ചത് ആരാണ്? നിക്കോളാസ് പൂരനാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് മത്സരത്തിലാണെന്ന് ഓർത്ത് വെക്കാം. T20യിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമാണ്. അപ്പോൾ അദ്ദേഹം 139 സിക്സറുകളാണ് നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ 139 എന്നുള്ള റെക്കോർഡ് കൂടിയാണ് അദ്ദേഹം ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നത്. അപ്പോൾ ആരുടെ റെക്കോർഡാണ് മറികടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം. ക്രിസ് ഗെയിലിന്റെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത്. 135 ആയിരുന്നു. എത്രയാണ്? 135 ആയിരുന്നു ക്രിസ് ഗെയിലിന്റെ റെക്കോർഡ്. അപ്പോൾ ആ ഒരു റെക്കോർഡ് മറികടന്ന് 139 സിക്സറുകൾ നേടിയിട്ടാണ് നിക്കോളാസ് പൂരൻ ഈ ഒരു റെക്കോർഡ് നേടിയിട്ടുള്ളത്. ഇനി നമ്മൾ 2024 പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് നോക്കാം. ജാവലിൻ ത്രോയിൽ സ്വന്തം പേരിലുള്ള പാരാലിമ്പിക് റെക്കോർഡ് തിരുത്തി സ്വർണം നേടിയത് ആരാണ്? സുമിത് ആൻഡിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഏത് മത്സരത്തിലാണെന്ന് ഓർത്ത് വെക്കാം. ജാവലിൻ ത്രോയിലാണ് സ്വന്തം പേരിലുള്ള റെക്കോർഡാണ് അദ്ദേഹം, പാരാലിമ്പിക് റെക്കോർഡാണ് അദ്ദേഹം തിരുത്തിയിരിക്കുന്നത്.
70.59 ഓർത്ത് വെക്കാം. 70.59 മീറ്റർ ദൂരം താണ്ടിയിട്ടാണ്, ആ ഒരു ദൂരം മറികടന്നാണ് ഈ ഒരു പുതിയ റെക്കോർഡ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഓർത്ത് വെക്കാം ജാവലിൻ ത്രോയിൽ അദ്ദേഹം F64 എന്ന വിഭാഗത്തിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. ജാവലിൻ ത്രോയിൽ സ്വന്തം പേരുള്ള പാരാലിമ്പിക് റെക്കോർഡ് തിരുത്തി സ്വർണം നേടിയത് ആരാണ്? സുമിത് ആൻഡിലാണ്. 70.59 മീറ്റർ ആണ് അദ്ദേഹം ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. അപ്പോൾ ഏത് വിഭാഗത്തിലാണെന്ന് ഓർത്ത് വെക്കാം, ജാവലിൻ ത്രോയിൽ F64 എന്ന വിഭാഗത്തിലാണ് ഈ ഒരു നേട്ടം അദ്ദേഹം കൈവരിച്ചത്. അടുത്ത പോയിന്റ് ഇതാണ്. പാരീസ് പാരാലിമ്പിക്സിൽ ഡിസ്ക് ത്രോയിൽ F56 എന്താണ്? ഡിസ്ക് ത്രോയിൽ F56 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? യോഗേഷ് ആണ്. യോഗേഷ് കത്തുനിയയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഏത് വിഭാഗത്തിലാണെന്ന് ഓർത്ത് വെക്കാം, ഡിസ്ക് ത്രോയിൽ F56 വിഭാഗത്തിലാണ് വെള്ളി മെഡൽ നേടിയത്. അദ്ദേഹം 2020 ടോക്കിയോ പാരാലിമ്പിക്സിലും ഇതേപോലെ തന്നെ ഈ ഒരു വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് ഡിസ്ക് ത്രോയിൽ പാരീസ് പാരാലിമ്പിക്സിൽ ഡിസ്ക് ത്രോയിൽ F56 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? യോഗേഷ് കത്തുനിയയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. അടുത്ത പോയിന്റ് ഇതാണ്. വനിതാ സിംഗിൾസ് പാരീസ് പാരാലിമ്പിക്സിൽ വനിതാ സിംഗിൾസ് ബാഡ്മിന്റൺ SU5 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? തുളസിമതി മുരുകേശനാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഏത് വിഭാഗത്തിലാണെന്ന് ഓർത്ത് വെക്കാം, വനിതകളുടെ സിംഗിൾസ് ബാഡ്മിന്റൺ ആണ്. SU5 വിഭാഗത്തിൽ വെള്ളി മെഡലാണ് നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം, ഈ ഒരു മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ്? മനീഷ രാമദാസ് ആണ്. വനിതാ സിംഗിൾസ് ബാഡ്മിന്റൺ SU5 വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത്. അപ്പോൾ ഓർത്ത് വെക്കുക, പാരാലിമ്പിക്സിൽ വനിതാ സിംഗിൾസ് ബാഡ്മിന്റൺ SU5 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? അത് തുളസിമതി മുരുകേശനാണ്. അതേപോലെ വെങ്കല മെഡൽ നേടിയത് മനീഷ രാമദാസ് ആണ്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ബാഡ്മിന്റൺ SL4 വിഭാഗത്തിൽ വെള്ളി നേടിയത് ആരാണ്? സുഹാസ് യതിരാജ് ആണ്. ഏത് വിഭാഗത്തിലാണെന്ന് ഓർത്ത് വെക്കാം, SL4 വിഭാഗത്തിൽ വെള്ളി മെഡലാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് മിക്സഡ് കോമ്പൗണ്ട് ഓപ്പൺ അമ്പെയ്ത്ത് മത്സരത്തിൽ വെങ്കലം നേടിയ ടീം ഏത് ടീമാണ്? ശീതൽ ദേവിയും അതേപോലെ രാകേഷ് കുമാറും ചേർന്നാണ് വെങ്കല മെഡൽ നേടിയത്. ഏത് വിഭാഗത്തിലാണെന്ന് പ്രത്യേകം ഓർത്ത് വെക്കാം. മിക്സഡ് കോമ്പൗണ്ട് ഓപ്പൺ അമ്പെയ്ത്തിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. അതേപോലെ 2023 ശീതൽ ദേവിക്ക് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ബാഡ്മിന്റൺ SH6 വിഭാഗത്തിൽ വെങ്കലം നേടിയത് ആരാണ്? നിത്യശ്രീ ശിവനാണ്. ബാഡ്മിന്റൺ SH6 ആണ്. SH6 വിഭാഗത്തിൽ വെങ്കല മെഡലാണ് നേടിയത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ 2024 പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ വിജയിച്ച ടീം എന്താണെന്ന് ഓർത്തു വെക്കുക. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ആരംഭിച്ചിരിക്കുകയാണ്. ആ പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിന്റെ ആദ്യ മത്സരത്തിൽ വിജയിച്ച ടീം ഏത് ടീമാണ്? ആലപ്പി റിപ്പിൾസ് ആണ് ആദ്യ മത്സരത്തിൽ വിജയിച്ചത്. ആ പോയിന്റ് ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ കേരള ക്രിക്കറ്റ് ലീഗ് ഈ ഒരു മത്സരത്തിൽ ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയത് ആരാണെന്ന് ഓർത്ത് വെക്കാം. അക്ഷയ് മനോഹറാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അക്ഷയ് മനോഹറാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ടീം ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കാം. തൃശ്ശൂർ ടൈറ്റൻസ് ആണ് അദ്ദേഹത്തിന്റെ ടീം. അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ വിജയിച്ച ടീം ഏതെന്നാണ്. ആലപ്പി റിപ്പിൾസ് ആണ് ഈ മത്സരത്തിൽ ജയിച്ചത്. അതേപോലെ തന്നെ അക്ഷയ് മനോഹർ അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ, അതായത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയ താരമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ വേദി എവിടെയാണെന്ന് നമുക്കറിയാം. എവിടെയാണ്? തിരുവനന്തപുരമാണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ വേദി എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക.
അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി മത്സരത്തിന് വേദിയാവുന്നത് രാജ്ഗിർ ആണ്. എന്താണ്? ബീഹാറിലെ രാജ്ഗിറിൽ വെച്ചിട്ടാണ് 2024 ഈ ഒരു മത്സരം, അതായത് വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. അപ്പോൾ വേദി ഓർത്തു വെക്കുക, എവിടെയാണ്? രാജ്ഗിറിൽ വെച്ചാണ് നടക്കുന്നത്. നവംബർ 11 മുതൽ 20 വരെയാണ് ഈ ഒരു മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വേദി ഇതാണ്. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദിയാണ് രാജ്ഗിർ ആണ്. എന്താണ്? ബീഹാറിലെ രാജ്ഗിർ ആണ് വേദിയാവുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. PT ഉഷ 400 മീറ്റർ ഹഡിൽസിൽ സ്ഥാപിച്ച 39 വർഷത്തെ റെക്കോർഡ് തിരുത്തിയത് ആരെന്നാണ്? ആരാണ്? വിദ്യാ രാംരാജ് ആണ്. ആരാണ്? വിദ്യാ രാംരാജ് ആണ് ഈ ഒരു റെക്കോർഡ് മറികടന്നിരിക്കുന്നത്. എന്താണെന്ന് ഓർത്തു വെക്കുക, 400 മീറ്റർ. എന്താണ്? 400 മീറ്റർ ഹഡിൽസിലാണ് പുതിയ ഒരു റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ആരാണ് പുതിയ റെക്കോർഡ് സ്ഥാപിച്ചത്? വിദ്യാ രാംരാജ് ആണ്. അപ്പോൾ ആരുടെ റെക്കോർഡാണ് മറികടന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. PT ഉഷയുടെ 39 വർഷത്തെ റെക്കോർഡാണ് തിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സമയവും കൂടി നമുക്ക് ഓർത്ത് വെക്കാം. വിദ്യാ രാംരാജ് നേടിയ പുതിയ റെക്കോർഡിന്റെ സമയം എത്രയാണ്? 56.23. എത്രയാണ്? 56.23 എന്നുള്ള പുതിയ സെക്കൻഡ് ആണ്. എന്താണ്? 56.23 സെക്കൻഡ് മറികടന്നിരിക്കുകയാണ്. ആ ഒരു സമയമാണ് പുതിയ റെക്കോർഡ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ എന്താണ്? PT ഉഷയുടെ റെക്കോർഡിന്റെ സമയം എത്രയായിരുന്നു? അത് 56.8 ആയിരുന്നു. 8 സെക്കൻഡ് ആയിരുന്നു PT ഉഷയുടെ റെക്കോർഡ്. അപ്പോൾ ആ ഒരു റെക്കോർഡ് മറികടന്നുകൊണ്ട് 56.23 സെക്കൻഡുകൾ കൊണ്ട് ഈ ഒരു ഹഡിൽസ് പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ റെക്കോർഡ് നേടിയത് ആരാണ്? വിദ്യാ രാംരാജ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. PT ഉഷ 400 മീറ്റർ ഹഡിൽസിൽ സ്ഥാപിച്ചിരുന്ന 39 വർഷത്തെ റെക്കോർഡ് തിരുത്തിയത്, മറികടന്നത് ആരെന്നാണ്? ആരാണ്? വിദ്യാ രാംരാജ് ആണ്. ഇനി ഏത് മത്സരത്തിലൂടെയാണ് വിദ്യാ രാംരാജ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. 63ാമത് എത്രയാണ്? 63ാമത് നാഷണൽ ഓപ്പൺ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലൂടെയാണ് ഈ ഒരു നേട്ടം ആര് കൈവരിച്ചത്? വിദ്യാ രാംരാജ് കൈവരിച്ചത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന പ്രധാന PSC പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LGS എക്സാമുകളാണ് വരാനിരിക്കുന്നത്. അതേപോലെ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി CPO, CEO, ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമുകൾ വരുന്നുണ്ട്. അതേപോലെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI ഇൻസ്പെക്ടർ, അതേപോലെ ടീച്ചിങ് എക്സാമുകൾ. അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് അക്കാദമി നിങ്ങൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആയിരുന്നു. ഡൽഹിയുടെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നാണ് നമ്മൾ ആദ്യം നോക്കിയത്? ധർമ്മേന്ദ്ര കുമാർ ആണ്. ആരാണ്? ധർമ്മേന്ദ്ര കുമാർ ആണ് ഡൽഹിയുടെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ അപ്പോയിന്റ്മെന്റ് ഇതായിരുന്നു. സെൻട്രൽ എയർ കമാൻഡ്. എന്താണ്? സെൻട്രൽ എയർ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് ആരെന്നാണ്? ആരാണ്? അശുതോഷ് ദീക്ഷിത് ആണ്. ആരാണ്? അശുതോഷ് ദീക്ഷിത് ആണ് സെൻട്രൽ എയർ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത്. അതേപോലെ നമ്മുടെ വ്യോമസേന മേധാവി ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? VR ചൗധരി ആണ്. എന്താണ്? VR ചൗധരി ആണ് വ്യോമസേനാ മേധാവി. അതേപോലെ കരസേനാ മേധാവി ആരാണ്? അത് ഉപേന്ദ്ര ദ്വിവേദിയാണ്. ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ് നമ്മുടെ കരസേനാ മേധാവി. അതേപോലെ നാവികസേനാ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി ആണ്. ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി ആണ് എന്ന് നമ്മുടെ നാവികസേനാ മേധാവി. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു ഒരു പുരസ്കാരമാണ്. 2024 മക്സസെ പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. ആദ്യം നമ്മൾ നോക്കിയത് എന്താണ്? ആർക്കാണ്? കർമ്മ പുഷ്രോയ്ക്കാണ് ആദ്യം ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അതിൽ ആദ്യത്തെ ആരായിരുന്നു? കർമ്മ പുഷ്രോയ് ആയിരുന്നു അതിൽ ആദ്യത്തെ വ്യക്തി. അദ്ദേഹം എന്താണ്? 1999 ലോഡൻ ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അതേപോലെ അദ്ദേഹം ഏത് രാജ്യക്കാരാണ്? ഭൂട്ടാനാണ് അദ്ദേഹത്തിന്റെ രാജ്യം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഭൂട്ടാനിലെ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തുന്നതിനും അതേപോലെ അവിടുത്തെ യുവാക്കൾക്കുള്ള വിദ്യാഭ്യാസവും അവരുടെ സംരംഭകത്വവും വളർത്തിയെടുക്കുന്നതിനുമായിട്ട് അദ്ദേഹം വളരെയധികം പ്രയത്നിക്കുകയുണ്ടായി. അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്തു വെക്കണം. അതേപോലെ തന്നെ ഈ ഒരു പുരസ്കാരം ലഭിച്ച അടുത്ത ആൾ ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം നമുക്ക്. എൻഗുയൻ ആരാണെന്ന് ഓർത്തു വെക്കുക. എൻഗുയൻ ടി എൻഗോഗ് ഫോങ് ആണ് അടുത്ത ഒരു വ്യക്തി. അപ്പോൾ ഫോങ്ങിന്റെ പ്രത്യേകത എന്തായിരുന്നു? 1955 മുതൽ 1975
വരെയുള്ള കാലഘട്ടത്തിൽ വിയറ്റ്നാമിലുണ്ടായിരുന്ന യുദ്ധത്തിന് കാരണം എന്താണ്? വിയറ്റ്നാമിലുണ്ടായിരുന്ന യുദ്ധം കാരണം അവിടെയുള്ള കുട്ടികളിൽ എന്താണ് ജനിക്കുമ്പോൾ തന്നെ ഓരോ വൈകല്യങ്ങൾ കണ്ടുവന്നിരുന്നു. അപ്പോൾ ഫുവോങ് ആ ഒരു സമയത്താണ് എന്താണ് ആ ഒരു യുദ്ധകാല സമയത്താണ് എന്താണ് ഡോക്ടറായിട്ട് വന്നത്. അപ്പോൾ വിയറ്റ്നാമാണ് എന്താണ് ഫുവോങ്ങിൻ്റെ രാജ്യം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. വിയറ്റ്നാമിൽ ആ ഒരു യുദ്ധകാല സമയത്ത് ഡോക്ടറായിട്ട് വന്ന ഫുവോങ് എന്താണ് ഈ നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന ഈ ഒരു വൈകല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു രോഗം മാറ്റുന്നതിന് വേണ്ടിയിട്ടും വളരെയധികം പ്രയത്നിക്കുകയും അതേപോലെ സാമൂഹിക പ്രവർത്തനം ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ വ്യക്തി ആരാണ്? ഫാവിസ. ആരാണെന്ന് ഓർത്ത് വെക്കാം? ഫാവിസ ഫർഹാനാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പുരസ്കാരം ലഭിച്ച 2024 മക്സസെ പുരസ്കാരം ലഭിച്ച വ്യക്തി. അപ്പോൾ ഫർഹാന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഫർഹാന്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് ആര്? ഫാവിസ ഫർഹാൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതേപോലെ ഫാവിസ ഫർഹാൻ സ്ഥാപിച്ച NGOയുടെ പേരെന്താണ്? എന്താണ് HAKA എന്നുള്ളതാണ്. എന്താണ്? HAKA എന്നുള്ള ഒരു NGO സ്ഥാപിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ വ്യക്തി ആരായിരുന്നു? ഹയാവോ. ആരാണ്? ഹയാവോ മിയാസാക്കി ആയിരുന്നു. എന്താണ്? ഹയാവോ മിയാസാക്കി ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആനിമേഷൻ ഡോക്യുമെൻ്ററി സംവിധായകനായിരുന്നു ആര്? മിയാസാക്കി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതേപോലെ തന്നെ അദ്ദേഹം 1985 സ്ഥാപിതമായ സ്റ്റുഡിയോ ഗിബ്ലിയുടെ സ്ഥാപകരിൽ ഒരാളാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതേപോലെ ഈ ഒരു പുരസ്കാരം ലഭിച്ച അടുത്ത ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്താണ്? റൂറൽ ഡോക്ടേഴ്സ് മൂവ്മെന്റ് എന്നുള്ളത്. എന്താണ്? റൂറൽ ഡോക്ടേഴ്സ് മൂവ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ രാജ്യം എവിടെയാണെന്ന് ഓർത്ത് വെക്കാം? തായ്ലൻഡാണ്. എന്താണ്? തായ്ലൻഡാണ് രാജ്യം വരുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് മൂവ്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ സംഘടനകളാണ് ഇതിൽ ഉൾപ്പെട്ടതെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അത് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം? റൂറൽ ഡോക്ടേഴ്സ് സൊസൈറ്റിയും അതേപോലെ റൂറൽ ഡോക്ടർ ഫൗണ്ടേഷനും ഇവ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു അവാർഡ് നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അതായത് റൂറൽ ഡോക്ടേഴ്സ് മൂവ്മെന്റ് എന്നുള്ള ഈ ഒരു ഫൗണ്ടേഷന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ഒരു രണ്ട് സംഘടനകളും ചേർന്ന് തായ്ലാൻഡിലെ റൂറൽ ഏരിയാസിൽ അതായത് ഗ്രാമീണ പ്രദേശങ്ങളിൽ എന്താണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അതിനാണ് ഈ ഒരു പുരസ്കാരം മക്സസെ പുരസ്കാരം ഈ ഒരു സംഘടനയ്ക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് 2024 മക്സസെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ഒരു വെബ് സീരീസിനെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു. വെബ് സീരീസിന്റെ പേരെന്താണ്? IC 814 ദി ഖാണ്ടഗാർ ഹൈജാക്ക് എന്നുള്ളതാണ് ഈ ഒരു വെബ് സീരീസിന്റെ പേര്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു വെബ് സീരീസ് വന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഈ വെബ് സീരീസ് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്തു. 1999 ഇന്ത്യൻ എയർലൈൻസ് 814 വിമാനം ഭീകരർ റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ ഖാണ്ടഖാറിൽ ഇറക്കിയ സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു വെബ് സീരീസ് നിർമ്മിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. ലോക നാളികേര ദിനമായി ആചരിക്കപ്പെട്ടത് എന്നാണ് സെപ്റ്റംബർ 2 എന്നാണ് ലോക നാളികേര ദിനമായി ആചരിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകതയും പ്രമേയം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അത് രണ്ടും ഓർത്തു വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലുള്ള ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുത്ത ശില്പം ഏതെന്നാണ്? ആ ശില്പത്തിന്റെ പേര് ഓർത്തു വെക്കാം. എന്താണ്? ഡയാന ഓഫ് വെർസൈൽസ് എന്നുള്ള ശില്പമാണ് കണ്ടെത്തിയത്. എവിടെ നിന്നാണെന്ന് ഓർത്തു വെക്കാം? നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലുള്ള ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ഒരു ശില്പത്തെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതൊരു വെങ്കല ശില്പമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. എന്താണ്? സ്വീഡൻ രാജ്യത്തിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു. അപ്പോൾ പോയിന്റ് ഇതായിരുന്നു. കുഞ്ഞുങ്ങളെ ടെലിവിഷനോ അതേപോലെ ഡിജിറ്റൽ മീഡിയയോ കാണിക്കരുതെന്നുള്ള കർശന നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകിയ യൂറോപ്യൻ രാജ്യം ഏതെന്നായിരുന്നു? സ്വീഡനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. എന്താണ്? FEI എൻഡുറൻസ് ചാമ്പ്യൻഷിപ്പ്, അതായത് ദീർഘദൂര കുതിരയോട്ട മത്സരം. ആ ഒരു മത്സരത്തിലേക്ക് യോഗ്യത നേടിയ ഏക ഇന്ത്യക്കാരി ആരാണ്? നിത അജും ചേലാട്ടാണ് യോഗ്യത നേടിയത്. അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക. മോൺ പാസിയറിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഫ്രാൻസിലാണ് വേദിയാവുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. T20യിൽ T20യിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ആരാണ്? നിക്കോളാസ് പൂരനാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. എത്രയായിരുന്നു സിക്സറുകൾ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എത്രയാണ്? 139 സിക്സറുകളാണ് അദ്ദേഹം നേടിയത്. ഏത് മത്സരത്തിലാണ്? T20യിലാണ്. ഒരു കലണ്ടർ വർഷത്തിൽ T20യിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമാണ് അദ്ദേഹം എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി ആരുടെ റെക്കോർഡാണ് മറികടന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്തു. 135 സിക്സറോട് കൂടി ക്രിസ് ഗെയിൽ കരസ്ഥമാക്കിയിരുന്ന റെക്കോർഡാണ് അദ്ദേഹം നിക്കോളാസ് പൂരൻ മറികടന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് 2024 പാരീസ് പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു. അതിൽ ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് ജാവലിൻ ത്രോയിൽ സ്വന്തം പേരുള്ള പാരാലിമ്പിക് റെക്കോർഡ് തിരുത്തി സ്വർണം നേടിയത് ആരാണ്? സുമിത് ആൻഡിലാണ് ഈ ഒരു റെക്കോർഡ്
നേടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താണ് സ്വന്തം പേരിലുള്ള റെക്കോർഡ് തന്നെയാണ് മറികടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 70.59 എത്രയാണ്? 70.59 മീറ്റർ മറികടന്നാണ് അദ്ദേഹം ഈ ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി അദ്ദേഹം പങ്കെടുത്ത വിഭാഗം ഏതായിരുന്നു? ജാവലിൻ ത്രോയിൽ എന്താണ് F64 എന്നുള്ള വിഭാഗത്തിലായിരുന്നു പങ്കെടുത്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. ഡിസ്ക് ത്രോയിൽ F56 വിഭാഗത്തിൽ വെള്ളി നേടിയത് ആരാണ്? യോഗേഷ് കത്തുനിയയാണ് ഡിസ്ക് ത്രോയിൽ F56 വിഭാഗത്തിൽ വെള്ളി നേടിയത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് വനിതാ സിംഗിൾസ് ബാഡ്മിന്റൺ SU5 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? തുളസിമതി മുരുകേശനാണ് എന്നാണ് ഈ ഒരു വിഭാഗത്തിൽ വനിതാ സിംഗിൾസ് ബാഡ്മിന്റൺ S5 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത്. അതേപോലെ തന്നെ ഈ ഒരു വിഭാഗത്തിൽ, അതായത് വനിതാ സിംഗിൾസ് ബാഡ്മിന്റൺ SU5 വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത് ആരാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മനീഷ രാമദാസ് ആണ് വെങ്കല മെഡൽ നേടിയത്. ആ പോയിന്റ് കൂടി ഓർത്തു വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ്? ബാഡ്മിന്റൺ SL4 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? സുഹാസ് യതിരാജാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. മിക്സഡ് കോമ്പൗണ്ട് ഓപ്പൺ അമ്പെയ്ത്ത് മത്സരത്തിൽ വെങ്കലം നേടിയത് ആരൊക്കെ എന്നാണ്. ആ ഒരു ടീം ഓർത്ത് വെക്കാം. ശീതൽ ദേവിയും രാകേഷ് കുമാറുമാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. 2023 ശീതൽ ദേവിക്ക് അർജുന അവാർഡ് ലഭിച്ചിരുന്നു. ആ പോയിന്റ് കൂടി ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ബാഡ്മിന്റൺ SH6 വിഭാഗത്തിൽ വെങ്കലം നേടിയത് ആരാണ്? നിത്യ ശ്രീ ശിവനാണ് വെങ്കലം നേടിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യ മത്സരത്തിൽ വിജയിച്ച ടീം ഏതെന്നാണ്. ആലപ്പി റിപ്പിൾസ് ആണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യ മത്സരത്തിൽ വിജയിച്ചത്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയത് ആരാണ്? അത് അക്ഷയ് മനോഹറാണ്. അക്ഷയ് മനോഹറാണ് ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ഒരു വേദിയാണ് 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിക്ക് വേദിയാവുന്ന നഗരം ഏതെന്നാണ്. എവിടെയാണ്? രാജ്ഗീറിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ബീഹാറിലെ രാജ്ഗീറിൽ വെച്ചിട്ടാണ്. ശേഷം നമ്മൾ നോക്കിയത് PT ഉഷയുടെ 400 മീറ്റർ ഹഡിൽസിൽ ഉണ്ടായിരുന്ന, അതായത് 39 വർഷത്തെ റെക്കോർഡ് തിരുത്തിയത് ആരാണ്? വിദ്യ രാംരാജ് ആണ് ഈ ഒരു റെക്കോർഡ് തിരുത്തിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായി ചുമതലയേറ്റത് ആരെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സുജോയ് ചൗധരി, ഓപ്ഷൻ ബി വി സതീഷ് കുമാർ, ഓപ്ഷൻ സി സഞ്ജീവ് മെഹ്ത, ഓപ്ഷൻ ഡി മാധബി പുരിബുച്ച്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആരെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രാമസ്വാമി രാജാറാം, ഓപ്ഷൻ ബി ഓം പ്രകാശ് മെഹ്റ, ഓപ്ഷൻ സി ജാഫർ സഹീർ, ഓപ്ഷൻ ഡി തേജീന്ദർ സിംഗ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്തെ ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഓപ്ഷൻ എ പൂനെ, ഓപ്ഷൻ ബി ഭുവനേശ്വർ, ഓപ്ഷൻ സി ബംഗളൂരു, ഓപ്ഷൻ ഡി ഗുരുഗ്രാം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എവിടെയാണ്? ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ സർവകലാശാല, അതായത് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് സ്ഥാപിതമാവുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിതമാവുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. അക്രമകാരികളായ ചെന്നായ്ക്കളെ പിടിക്കാൻ ഓപ്പറേഷൻ ബേദിയ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ്. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഉത്തർപ്രദേശ് സംസ്ഥാനമാണ് ഓപ്പറേഷൻ ബേദിയ പ്രഖ്യാപിച്ച സംസ്ഥാനം. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.